രാമായണ ആരംഭത്തിൽ രാമായണ മഹിമ പറയുന്ന ഭാഗമാണ്. ബുദ്ധിയുക്തന്മാരായവർ വിവേകത്തോടു കൂടി ഇത് കേട്ടാൽ തീർച്ചയായിട്ടും മുക്തരായി ഭവിക്കും. അതുപോലെ ഭക്തിപൂർവം വേണം ഇത് കേൾക്കുക. അപ്പം ഭക്തിയും ബുദ്ധിയും ഇവ രണ്ടും കൈക്കൊണ്ട് ഇത് ശ്രവിക്കണം. എന്നാൽ ഈ ജന്മത്തിൽ തന്നെ മുക്തിപദത്തിലേക്ക് ഉയരാം എന്ന് പറഞ്ഞു. തുടർന്ന് രാമായണത്തെ അവതരിപ്പിക്കുകയാണ്. ധാത്രീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ധിമധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനുതനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. അവിടെ ശ്രീരാമനെ വന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം രാമായണത്തിൻ്റെ വിഷയങ്ങളെ, രാമായണ ചരിതത്തെ സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുകയാണ്. അത്രയ്ക്കേറെ സംഗ്രഹ പടുത്വത്തോടു കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തത് മൂലം. ധാത്രീഭാരം ഭൂമിയുടെ ഭാരം. ധാത്രി ഭൂമി, ധാത്രി അമ്മ, ധരിക്കുന്നവൾ, ധാരണം ചെയ്യുന്നവൾ ധാത്രി. ഇവിടെ ഭൂമി, നമ്മളെല്ലാം ധരിക്കുന്ന അമ്മയാണ് ഭൂമി. ഈ ഭൂമിയുടെ ഭാരം ദുർജനങ്ങളാലുള്ള ഭാരം. സമാജത്തെ മുഴുവൻ നിലനിർത്തുന്ന വ്യവസ്ഥയാണ് ധർമ്മവ്യവസ്ഥ. ആ ധർമ്മവ്യവസ്ഥയാൽ സന്തുലിതമായ രീതിയിൽ പ്രപഞ്ചം നിലകൊള്ളുന്നു, ജഗത്ത് നിലകൊള്ളുന്നു. അങ്ങനെ ധർമ്മവ്യവസ്ഥയെ അനുസരിച്ച് നമ്മളൊക്കെ ജീവിക്കുമ്പോൾ താൻ കഴിയുന്നതോടൊപ്പം, താൻ സുഖത്തിനായിക്കൊണ്ട് പ്രയത്നിക്കുന്നതോടൊപ്പം ഈ ജഗത്തും സമൂഹവും സുഖമായിരിക്കണം എന്ന കാഴ്ചപ്പാടോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ അത് ഈ ജഗത്തിൻ്റെ, ലോകത്തിൻ്റെ സന്തുലിത ഭാവത്തെ ചെയ്യും. എന്നാൽ എപ്പോഴാണോ സ്വാർത്ഥപരായണന്മാരായി ഈ ധർമ്മബോധം നമുക്ക് നഷ്ടമാകുന്നത്, നമ്മുടെ സുഖം മാത്രം ആഗ്രഹിച്ച്, അതുകൊണ്ട് ചുറ്റുപാടിന് സമാജത്തിന് എന്ത് വന്നാലും തിരക്കേടില്ല, നമുക്ക് സുഖം ഉണ്ടായാൽ മതി എന്ന കാഴ്ചപ്പാടോടുകൂടി നമ്മൾ കഴിയുമ്പോൾ അതേ നമ്മൾ തന്നെ പ്രപഞ്ച വ്യവസ്ഥയ്ക്ക് ഘാതകന്മാരായിത്തീരും. സന്തുലിത ഭാവം നഷ്ടപ്പെടും. അതാണ് ഭൂഭാരം വർദ്ധിക്കുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. അങ്ങനെ ധർമ്മവ്യവസ്ഥ താറുമാറാകുമ്പോൾ ബ്രഹ്മാദിദേവഗണം, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ ഈ പ്രപഞ്ച വ്യവസ്ഥയെ വീണ്ടും ക്രമീകരിക്കുന്നതിന് ആഗ്രഹിച്ചുകൊണ്ട് എങ്ങനെയുണ്ട് ഈ അവ്യവസ്ഥയെ തീർക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഭക്തിപൂർവം പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തതുകൊണ്ട്, ഇത് രാമായണത്തിൻ്റെ വിഷയം തന്നെയാണ്, നമുക്ക് വിസ്തരിച്ച് പഠിക്കാനുള്ളതാണ്, സംഗ്രഹിച്ച് പറയുകയാണിപ്പോൾ. അങ്ങനെ ബ്രഹ്മാദിദേവന്മാർ സ്തുതിച്ചതുകൊണ്ട് ദുഗ്ധാബ്ധി മധ്യേ, ദുഗ്ധാബ്ധി, അബ്ധി സമുദ്രം, ദുഗ്ധം പാല്, പാൽക്കടലിൻ്റെ മധ്യത്തിൽ, എവിടെ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ. ഭോഗി സർപ്പം, പാമ്പ്, സത്തമൻ ശ്രേഷ്ഠൻ, ശ്രേഷ്ഠമായ ശയ്യയിൽ, അവിടെ ശയ്യ ഭോഗിയാണ്, സർപ്പമാണ്. അങ്ങനെയുള്ള ഭോഗിയുടെ ശയ്യമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാവങ്ങളെയും
നിലനിർത്തിക്കൊണ്ട് പലവിധ ചേഷ്ടകളിലൂടെ സ്ഥിതിപാലനം നിർവഹിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ഭഗവാൻ പ്രവർത്തിക്കുന്നു. അതേ സമയത്ത് അവിടുത്തെ പാരമാർത്ഥികമായ ഭാവം ഈ വ്യവഹാരത്തിനെല്ലാം അപ്പുറത്തുള്ളതാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരാദി വ്യവഹാരങ്ങളെല്ലാം വിലയിച്ച അവസ്ഥയാണ് ഇവിടെ സമുദ്രമായി ഏക ജലരാശിയായി കൽപ്പിച്ചിട്ടുള്ളത്. അവിടെ ഭോഗി സത്തമനാകുന്ന മെത്ത, നമ്മുടെ വൈദിക സാഹിത്യത്തിൽ വൈയക്തികമായ ശക്തിയുടെ പ്രതീകമായിട്ടാണ് സർപ്പം വരുന്നത്. കുണ്ടലിനി എന്നും വൈയക്തികമായ ശക്തി എന്നും പല ഭാഷയിൽ നമുക്ക് പറയാം. ഇതിനെ ധരിക്കുന്നു പരമശിവൻ, ഇതിൽ ശയിക്കുന്നു മഹാവിഷ്ണു എന്നൊക്കെ പറയുമ്പോൾ പരമമായ ശക്തിയുടെ പ്രകടനം ആ ശക്തിയിൽ വിലയീഭൂതനായിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരാദികളെല്ലാം വിലയിച്ച് അതിനാൽ ഒന്നും ബാധിക്കപ്പെടാതെ പ്രപഞ്ചം മുഴുവൻ ലീനമായ അവസ്ഥയിൽ അവിടെ ശക്തിയുടെ പരമമായ പ്രകടിത ഭാവത്തിൽ കഴിയുന്ന, അത് പലതായി വികസിച്ചിട്ടില്ല, അല്ലെങ്കിൽ പലതായി വികസിക്കുകയല്ല, പല നാമരൂപ ഭാവങ്ങളിൽ വികസിക്കുകയല്ല, മറിച്ച് അതിൻ്റെ മൂലഭൂതമായ രൂപത്തിൽ ശക്തി സമാഹൃതമായ ഭാവത്തിൽ അവിടെയാണ് മഹാവിഷ്ണു കിടക്കുന്നത്. വളരെ ഗൂഢമായ ഗുപ്തമായൊരു കൽപ്പനയാണിത്. അവിടെ സ്തുതിച്ചുണർത്തുകയാണ് ദേവന്മാർ. ഇപ്പോൾ ഗുപ്തമായ അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ സുപ്തമായ അവസ്ഥയിൽ നിന്ന്, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ശക്തിയുടെ ഒരു സമാഹൃതമായ ഭാവത്തിൽ നിന്ന് അതിനെ ധർമ്മരക്ഷാർത്ഥം പ്രകടമാക്കുന്ന ഒരു ഭാവമാണ് ഈ സ്തുതിയിലൂടെ വരുന്നത്. അങ്ങനെയുള്ള മഹാവിഷ്ണുവെ, നാരായണനെ സ്തുതി ചെയ്ത് ബ്രഹ്മാദി ദേവന്മാർ, അവിടെ ബ്രഹ്മാദി ദേവന്മാരെന്ന് പറയുമ്പോൾ ദേവന്മാരിൽ പ്രഥമൻ ബ്രഹ്മാവ് എന്ന ഒരർത്ഥം, രണ്ട് സൃഷ്ടിക്ക് അധിദേവത ബ്രഹ്മാവാണ്. ഇപ്പോൾ സൃഷ്ടി മുതൽക്കുള്ള എല്ലാ ലോകവ്യവഹാരങ്ങളെയും നിർവഹിക്കുന്നതിനുള്ള താത്പര്യത്തോടുകൂടി ബ്രഹ്മാദി ദേവന്മാർ ഈ ലീനമായ അവസ്ഥയിലുള്ള ചൈതന്യത്തെ പ്രകടമാക്കുന്നതിനായിക്കൊണ്ട് സ്തുതികളെ ചെയ്തു. അങ്ങനെ സ്തുതിയുടെ ഫലമായിട്ട് ധാത്രീമണ്ഡലം തന്നിൽ, ഭൂമണ്ഡലത്തിൽ മാർത്താണ്ഡകുലത്തിങ്കൽ, മാർത്താണ്ഡകുലം സൂര്യവംശത്തിൽ ധാത്രീന്ദ്രവീരൻ ദശരഥന് തനയനായി, ധാത്രീന്ദ്രൻ ഭൂമിയുടെ നാഥൻ, രാജാവ്, രാജശ്രേഷ്ഠനായ ദശരഥൻ്റെ പുത്രനായിട്ട് രാമൻ വന്നു. എങ്ങനെ വന്നു? എന്തിനു വന്നു? രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചൊരു ശേഷം, രാത്രിചാരികൾ, നിശാചാരികളായ രാത്രീഞ്ചരന്മാരായ രാക്ഷസന്മാർ, രാവണൻ തുടങ്ങിയവരെയെല്ലാം മാർത്താണ്ഡാത്മജപുരം, മാർത്താണ്ഡൻ സൂര്യൻ, സൂര്യൻ്റെ ആത്മജൻ സൂര്യപുത്രൻ യമൻ, യമൻ്റെ പുരം, യമൻ്റെ പട്ടണത്തിലേക്ക് പ്രാപിപ്പിച്ചൊരു ശേഷം, അവരെയെല്ലാം വധിച്ച് യമാലയത്തിലേക്ക് പറഞ്ഞയച്ച ശേഷം ആദ്യമാം ബ്രഹ്മതത്വം പ്രാപിച്ച, വീണ്ടും തൻ്റെ പൂർവ്വ അവസ്ഥയെ പ്രാപിച്ച, അവതാരത്തെ ഉപസംഹരിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതിയുടെ ശ്രീപാദത്തെ ഞാനിതാ വന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി രാമവന്ദനവും വിഷയ സംഗ്രഹവും ചെയ്തുകൊണ്ട് രാമായണത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുകയാണ്.